അറബ് മേഖലയുടെ തന്നെ ചരിത്രവും വർത്തമാനവുമാണ് ഏറ്റവും മനോഹരമായി റിയാദ് മ്യൂസിയത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. 8 വിഭാഗങ്ങളിലായി ചരിത്രത്തിൻ്റെ ഈടുവെപ്പുകളും സാംസ്കാരിക മുദ്രകളുമാണ് ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അറബ് ലോകത്തെ തന്നെ ഏറ്റവും വേറിട്ട മ്യൂസിയം യാത്ര കൂടിയായിരിക്കും ഇത്. സൗദിയുടെ ഭൂതകാലം ചോരാതെ ചേർന്ന് നിൽപ്പുണ്ട് ഈ മ്യൂസിയ ചുവരുകളിൽ. റിയാദിലെ ദേശീയ മ്യൂസിയമാണിത്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ സൗദിയുടെ ഗതകാല സ്മൃതികളിൽ തുടങ്ങി ആധുനികതയുടെ തുടിപ്പുകൾ വരെയാണ് മ്യൂസിയം യാത്ര അനാവരണം ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റൊരു ഗൾഫ് രാജ്യത്തിനും അവകാശപ്പെടാൻ വയ്യാത്ത വിധം വൈവിധ്യപൂർണവും സമ്പന്നവുമായ പുരാവസ്തു ശേഖരങ്ങളാണ് റിയാദ് മ്യൂസിയത്തെ വേറിട്ട് നിർത്തുന്നത്. പ്രാചീന സംസ്കൃതിയുടെ സമ്പന്നമായ വൈവിധ്യം ഈ മ്യൂസിയത്തിന് സ്വന്തം. ശിലാലിഖിതങ്ങളിൽ തുടങ്ങി കയ്യെഴുത്ത് പ്രതികളുടെ അപൂർവ ചാരുതയിൽ എത്തി നിൽക്കുന്ന ധൈഷണിക വളർച്ചയുടെ തുണ്ടുകൾ ഈ യാത്രയിൽ നമ്മെ അതിശയിപ്പിക്കും. ചരിത്രം, സ്മാരകം, വാസ്തുശില്പം, ശാസ്ത്രം എന്നീ തുറകളിൽ അറേബ്യൻ വിശാല ഭൂമിക നടത്തിയ മുന്നേറ്റങ്ങളുടെ കൂടി അടയാളപ്പെടുത്തലാണിത്. റിയാദ് നഗരിയിലെ കിങ് അബ്ദുലസീസ് ഹിസ്റ്റോറിക്കൽ സെന്ററിന്റെ ഭാഗമാണ് ഈ മ്യൂസിയം. വൈപുല്യം കൊണ്ട് മേഖലയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒന്ന്. 17,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് മ്യൂസിയം. മ്യൂസിയത്തെ ചൂഴ്ന്നു നിൽക്കുന്ന നിരവധി പാർക്കുകളുടെ വിശാലത ശ്രദ്ധേയമാണ്. കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവർക്കും ഒത്തുചേരാവുന്ന ആഹ്ലാദ കേന്ദ്രമായി മ്യൂസിയവും പരിസരവും മാറ്റിയെടുത്ത ആസൂത്രണ പാടവത്തെ സമ്മതിക്കണം. ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചരിത്രത്തെ കൂടുതൽ അടുത്തറിയാനുള്ള സൗകര്യവും മ്യൂസിയത്തിലുണ്ട്. അതിനായി ചരിത്രത്തിന്റെ ചിന്തകൾ നവീന സംവിധാനങ്ങളിലൂടെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. മൾട്ടിമീഡിയ സാങ്കേതികതയിലൂടെ കാര്യങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ഇതുവഴി ആർക്കും കഴിയും. വിവിധ കാലഘട്ടങ്ങളുടെ മുദ്രകൾ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു. അറേബ്യൻ നാഗരികതയുടെ പോക്കുവരവുകളുടെ ഹൃദ്യത ഏതൊരു വിദ്യാർത്ഥിയെയും ആകർഷിക്കുന്നതാണ്. ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ ഐക്യം എന്ന ഘടനയ്ക്കകത്താണ് ഈ മുദ്രകളുടെ ചേർത്തുവയ്ക്കൽ. അറേബ്യൻ പെൻസുലയുടെ ആധുനികതയിലേക്കുള്ള വഴിമാറ്റത്തിന്റെ എല്ലാ ഈടുവെപ്പുകളും ഇവിടെയുണ്ട്. ക്ഷേത്രരൂപവും കല്ലിൽ കൊത്തിയ ലിഖിതങ്ങളും പര്യവേഷണത്തിലൂടെ കണ്ടെത്തിയ നാഗരികതയുടെ അടരുകളും എല്ലാം ചേർന്നു നിൽക്കുന്നു ഇവിടെ. വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത്. മനുഷ്യനും ലോകവും എന്ന പേരിൽ ആദ്യ വിഭാഗം. സൗദി മണ്ണിൽ നാഗരികതയുടെ വളർച്ചാഘട്ടങ്ങൾ ഇവിടെ വിവരിക്കുന്നു. അറബ് കിങ്ഡം, പൂർവ്വ ഇസ്ലാം കാലഘട്ടം, പ്രവാചക ദൗത്യം, ഇസ്ലാമും അറേബ്യൻ പെനിൻസുലയും, 1ഉം 2ഉം സൗദി ഭരണകൂടങ്ങൾ, സൗദി ലയനം, ഹജ്ജും 2 ഹറമുകളും എന്നിങ്ങനെ 8 വിഭാഗങ്ങളിൽ സഹസ്രാബ്ദങ്ങളുടെ തുടിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇസ്ലാമിന് മുമ്പുള്ള സൗദി കാലഘട്ടവും വർത്തമാനവും നമ്മെ അത്ഭുതപ്പെടുത്തും. പൗരാണിക കാലഘട്ടങ്ങളുടെ ലിപികളുടെ വളർച്ച ഇവിടെ അടുത്തറിയാം. തമൂദിക്, ദദാനിത്, ലിഹിയാനിത്, സഫൈദിക്, അരാമക്, നബാദിയൻ ഉൾപ്പെടെ പ്രാചീന ലിപികളുടെ വിസ്മയം കാണാം. മേഖലയുടെ ദൈനംദിന ജീവിതവും കൊള്ളക്കൊടുക്കലുകളും വിനിമയവും അപ്പടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. നാട്ടുരാജ്യങ്ങളുടെ പോരാട്ട ചരിത്രവും രേഖപ്പെടുത്തുന്നു. അപൂർവ ഇനത്തിൽപ്പെട്ട ഗതകാല പെയിന്റിംഗ് ശേഖരവും ഇക്കൂട്ടത്തിലുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിന്റെ പൈതൃകങ്ങളും ഇവിടെ സമാഹരിച്ചിരിക്കുന്നു. تقريبا في وسط مدينة الرياض في حي المربع. المتحف الوطني الصرح عملاق يتكون من 8 قاعات رئيسية تعرض عروض تاريخية متسلسلة ابتداء من نشأة الكون مرورا بالعصر الحجري في الجزيرة العربية ثم الممالك العربية إضافة إلى فترة ما قبل الإسلام ما يسمى العصر الجاهلي ثم لدينا قاعة عن تسمى قاعة النبي محمد صلى الله عليه وسلم. ബദറും ഉഹുദും ഉൾപ്പെടെ പ്രവാചകൻ നായകത്വം വഹിച്ച യുദ്ധങ്ങളുടെ ചരിത്രമുദ്രകളും
ഖലീഫമാരുടെ ജീവിതയാത്രയും സന്ദർശകന് കൃത്യമായ ജ്ഞാനം നൽകുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് വരെ എത്തി നിൽക്കുന്നു ഈ വിഭാഗത്തിലെ യാത്ര. സൗദിയുടെ പൂർവ്വ ചരിത്രത്തിൽ തുടങ്ങി ആധുനിക രാഷ്ട്രത്തിന്റെ തുടിപ്പുകളാണ് 2 വിശാല ഹാളുകളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവം വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിന്റെ ചീന്തുകൾ കൃത്യവും ഹൃദ്യവുമായി അടയാളപ്പെടുത്തുന്നു എന്നതാണ് റിയാദ് മ്യൂസിയം യാത്ര അപൂർവ അനുഭവമാക്കി മാറ്റുന്നത്.